ഇതുപോലത്തെ ഫോട്ടോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനത്തെ 3D ഫോട്ടോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചാൽ ആ ഫോട്ടോ തിരിയുന്ന രീതിയിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്താൽ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഫോണായാലും, ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ 3D ഫോട്ടോ എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ ബോസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏത് ഫോണായാലും, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും നിങ്ങൾക്ക് 3D ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ആൻഡ്രോയിഡിലാണെങ്കിൽ അതിന് ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ഫ്യൂസ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ആ ഒരു 3D ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫീച്ചർ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇങ്ങനത്തെ ഫീച്ചറും കാര്യങ്ങളൊന്നും വേണം. നിങ്ങൾ ജസ്റ്റ് ഒരു ആൻഡ്രോയിഡ് 5.1 പ്ലസ് അങ്ങോട്ടുള്ള ആൻഡ്രോയിഡ് വേർഷനുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ 3D ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആൻഡ്രോയിഡ് ആണെങ്കിൽ, ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഐഫോണിലും എടുക്കാൻ പറ്റും. പക്ഷേ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് 5.1 പ്ലസ് അങ്ങോട്ടുള്ള എല്ലാ ഡിവൈസുകളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ആൻഡ്രോയിഡ് 5.1 പ്ലസ് ആണ് വേർഷനുകളുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ ഫോണിലും, എന്തായാലും ഏകദേശം എല്ലാ ഫോണിലും ആൻഡ്രോയിഡ് 5.1 പ്ലസ് ആണ്. അപ്പോൾ ആപ്പിൻ്റെ പേര് ഫോഗി എന്നാണ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത്, നിങ്ങൾ നോക്കണം. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഫ്രീ വേർഷൻ ആണ്. ഒരു 9 MB ഉള്ളൂ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ആക്കാം. അപ്പോൾ നിങ്ങൾ ആപ്പ് ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഒരു ഫോഗി എന്നായിട്ടുള്ള ഇതിൻ്റെ ഒരു ഇത്. ഇവിടെ 4 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടേക്ക് ഫോട്ടോ, ഗാലറി, സെറ്റിങ്സ്, ബൈ പ്രോ. ടേക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ്. പിന്നെ ഗാലറി, നിങ്ങൾ ഈ എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് ഗാലറിയിൽ കിട്ടില്ല. അതേത് 3D ഫോട്ടോ എടുത്താലും അത് ഗാലറിയിലോ വാട്സപ്പിലോ അത് കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, 3D ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഒരു വേറെ രീതിയിലേക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഇതിൽ തന്നെ ഒരു ഗാലറി തന്നെയാണ്. പിന്നെ സെറ്റിങ്സ്, ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ബൈ പ്രോ വേർഷന് ഉള്ളതാണ്. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ടേക്ക് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. അവർ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവർ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ അവർ ഇങ്ങനെ ഒരു ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർഫേസ്, ഒരു എക്സാമ്പിൾ അവർ കാണിച്ചു തരികയാണ്. ഒരു ഫോട്ടോ എടുക്കുന്നൊരു സംഭവം. എന്നിട്ട് അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കിട്ടുന്നതായിരിക്കും. അതാണ് അവർ കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഫ്രണ്ട് ക്യാമറ എടുത്തിട്ടാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് എടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ എടുക്കാം. ഇത് വലിയ ക്ലിയർ ഒന്നും ഇല്ലാത്ത ഒരു ഫോണാണ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു 3D ഫോട്ടോ സപ്പോർട്ടാകാത്തൊരു ഫോണാണ്. പക്ഷേ ഇതിൽ ഞാൻ ഈ ഫോണിൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് സപ്പോർട്ടാകുന്നുണ്ട്. അത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ ഒരു സ്നൈപ്പറിൻ്റെ ഒരു ടാർഗറ്റ് ചിഹ്നം കാണാം, കാണിച്ചു തരാൻ. ആ ഒരു ചിഹ്നം നിങ്ങളൊരു സാധനം ഇപ്പോൾ കണ്ടിട്ടില്ല, ഒരു എക്സാമ്പിൾ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ വെച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റിന് ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്, കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കുകയുള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു 3 സെക്കൻഡാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു താഴെന്നൊരു നീല കളർ ഇങ്ങനെ പോകുന്ന കാണാം. അത് ആ 3 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു ഫോട്ടോ എടുത്തിരിക്കണം. അപ്പോൾ അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു പ്രോ വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചാൽ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു ഫോട്ടോ എടുക്കുന്നത്, 3D ഫോട്ടോ. നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻ മുകളിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഒരു ഫോഗി എന്നുള്ള ഇപ്പുറത്ത് അത് എന്ന് വെച്ചാൽ വാൾപേപ്പർ. നിങ്ങൾക്കൊരു വാൾപേപ്പറായിട്ട് വെക്കാൻ പറ്റും 3D ഫോട്ടോ ഇതായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഡിലീറ്റിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് ഒരു എഫക്ട്സ് എന്നുള്ളതാണ്. എഫക്റ്റുകളൊക്കെ എനിക്കുള്ളതാണ്. ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഹ്യൂവും സാറ്റുറേഷനും ബ്ലറാക്കാനുള്ളതും. പിന്നെ ഓയിൽ പെയിൻറ്റിങ്, അതൊരു കാർട്ടൂണിൻ്റെ ഒരു രൂപത്തിലുള്ള പോലെ. പിന്നെ ഷാർപ്പ് ചെയ്യാനുള്ളതും. ഇപ്പോൾ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷന് വേണം, ഈ ഒരു വാൾപേപ്പറും ഈ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഷെയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക്
4 രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഒന്ന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയായിരിക്കും 3D ഫോട്ടോ ഫേസ്ബുക്കിലൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൾറെഡി. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു ആപ്പിൽ നിന്നും ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ MP4 എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിൽ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ജിഫ് രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ phogy ഒരു Gmail ഡ്രൈവ് എന്നുള്ള മറ്റ് ഫസ്റ്റത്തെ ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ phogy എന്നുള്ളൊരു ഫോൾഡറിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൽ phogy എന്നുള്ളൊരു ഫോൾഡറിൽ അവിടെ ഒരു സ്റ്റോറി വെച്ചിട്ടുണ്ടാവും. .phogy എന്നുള്ളൊരു ഫോർമാറ്റിൽ PHOGY അങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ അത് സേവ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഈ 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. കണ്ടില്ല, വാട്സപ്പ്, ടെലിഗ്രാം ഇങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ ബൈ ചെയ്യാൻ പറയും. അതിന് കുറച്ച് ക്യാഷൊക്കെ കൊടുക്കണം. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കുക, ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആക്കുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരു പരസ്യത്തിൽ പോകും, ചിലപ്പം പരസ്യത്തിൽ പോകില്ല. പരസ്യത്തിൽ പോകുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു പോപ്പപ്പ് വരും, ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ക്യാൻസൽ ഓക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അത് ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ മൂവ് സെൻസിറ്റിവിറ്റി നിങ്ങളിപ്പോൾ ഒരു ഇങ്ങോട്ടും നീക്കുന്നില്ല. ഈ ഒരു അങ്ങോട്ടും നീക്കുന്ന ആ ഒരു സെൻസിറ്റിവിറ്റി കുറച്ചും കൂടി സ്പീഡ് കൂട്ടണമെങ്കിൽ, കുറച്ചും കൂടി ഒരു മെല്ലെ നീക്കിയാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് സെൻസിറ്റിവ് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ HD Pro HDയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ SD-ലേക്കാണ് ആക്കിയിട്ടുള്ളത്. HD ആയിട്ട് കിട്ടണമെങ്കിൽ പ്രോ വേർഷൻ വേണം. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഫോക്കസ് ചെയ്യുന്നത് ഓട്ടോ ഫിക്സ്ഡ് ആണ്. മാക്രോ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഓപ്ഷനാണ് എക്സ്പോഷർ ടൈം. അത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയം ഒരു 3 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എടുക്കണം. അതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ 10 സെക്കൻഡ് വരെ നിങ്ങൾക്ക് പ്രോ വേർഷനിലാണ് ഇത് പറ്റുള്ളൂ. നിങ്ങൾ ജിഫിൻ്റെ മാക്സിമം ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിലും പ്രോ വേർഷൻ വേണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ ഏത് ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ആൻഡ്രോയിഡ് 5.0 5.1 പ്ലസ് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ഫോണിലും അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും ആൻഡ്രോയിഡ് 5.1 പ്ലസ് അങ്ങോട്ടുള്ള ഫോണാണ്. അപ്പോൾ അങ്ങനത്തെ ഫോണിലൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടാകുന്ന ആപ്പാണ്. ആപ്പിൻ്റെ പ്ലേ സ്റ്റോറിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോ വേർഷൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഞാൻ പറയുന്നതിന് മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ phogy ആപ്പ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ 4 രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും. വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ ജിഫ് രീതിയിലും പിന്നെ ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ അതുപോലെ തന്നെ പിന്നെ phogyൻ്റെ ഫോർമാറ്റ് ഷെയർ ചെയ്യാൻ പറ്റും. phogyൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസാണ് കിട്ടുക. ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഷെയർ ചെയ്യുക. ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെ അത് ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആവില്ല. അതിനുള്ള ആപ്പൊന്നും ഇല്ല എന്നവർ പറയും. അപ്പോൾ അത് ഓപ്പൺ ആക്കണമെങ്കിൽ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുമ്പോൾ ആ ഫ്രണ്ട്സിന് ആ ഒരു ആപ്പ് ഉണ്ടാവണം എങ്കിലേ ഇത് ഉണ്ടാവും ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കാൻ പറ്റൂ. അതാണ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ആയിട്ടും ജിഫ് രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു iOS ഉപയോഗിക്കുന്നവർക്കാണ്. അപ്പോൾ ഈ ആപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫ്യൂസ് ആപ്പ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. എല്ലാവർക്കും അറിയാവുന്ന ആപ്പാണ്. ഇത് ആൻഡ്രോയിഡിലും സപ്പോർട്ടാണ്, ആൻഡ്രോയിഡിലും iOS-ലും. അപ്പോൾ iOS-ൽ എല്ലാ ഫോണിലും സപ്പോർട്ടാണ്. പക്ഷേ ആൻഡ്രോയിഡിൽ എല്ലാ ഫോണിലും സപ്പോർട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3D ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ഫീച്ചറുള്ള ഒരു ഫോണുകളിലേ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ആപ്പിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ കുറേ കൂടുതലുള്ളത് ഈ ഒരു ആപ്പിലാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ആൻഡ്രോയിഡ് ഫോണിലാണ്. അപ്പോൾ iOS-ലും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഓപ്പൺ ആക്കി ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്തു വെച്ചാൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 3D ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അത് ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഫോളോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക സോഷ്യൽ ആപ്പ് പോലെ നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാമൊക്കെ പോലെ തന്നെ ടിക്ടോക്ക് എല്ലാം പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഫോളോവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മെനുവിൽ അതാണ് ഉണ്ടാവും. അടിയിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ വയ്ക്കാതെ നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നടുവിലായിട്ട് 3ാമതായിട്ടൊരു റെഡ് കളറിലൊരു റൗണ്ട് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ എടുക്കാൻ പറ്റും. അപ്പോൾ മറ്റേതിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ടൈമിലാണ് ഇത് ഫോട്ടോ എടുത്തത്. പക്ഷേ ഇത് നിങ്ങൾക്ക് അങ്ങനെ ടൈമൊന്നുമില്ല, കുറച്ച് നേരം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുമാത്രമല്ല എനിക്കിതിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഷെയർ ചെയ്ത പോലെ തന്നെ ഇതിലും ഷെയർ ചെയ്യാൻ പറ്റും. വീഡിയോ ആയിട്ടും ജിഫ് രീതിയിലും മറ്റു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് നിങ്ങളുടെ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഷെയർ ചെയ്താണെങ്കിൽ കുറച്ച് നല്ലതാണ്. കാരണം ഇതിൽ നിങ്ങൾ വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് രീതിയിലാണ് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെൻഡ് ചെയ്താൽ ഇതുപോലെ ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കിട്ടുക.
അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ക്ലിക്ക് ചെയ്താൽ ഒരു ക്രോമിലേക്കോ ഏതെങ്കിലും ബ്രൗസറിലേക്കോ വരും. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഫോട്ടോ അങ്ങോട്ട് ചെരിച്ചിട്ടും മറിച്ചിട്ടും കാണാൻ പറ്റും. അതാണ് എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആപ്പ്. ഇത് മറ്റേത് നല്ല ആപ്പാണ്, ഒരു സിമ്പിൾ സ്മൂത്ത് ആയിട്ടുള്ള ആപ്പാണ്. സപ്പോർട്ട് ആകുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ആപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് iOS-ലുണ്ട്. iOS സപ്പോർട്ട് ചെയ്യുന്ന 3D ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ കൂടി അമർത്താം. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു, 3D വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.